അജ്രക്കിൻ്റെ ആ 3 കളേഴ്സുകളല്ലാത്ത വേറെ കളേഴ്സുകളിലെ നൈറ്റി മെറ്റീരിയൽ ഒന്നും ഇല്ല. അജ്രക്ക് മാത്രമേ കൊണ്ടുവരാറുള്ളൂ. ഷാൾ നൈറ്റിയാൾ എന്താ പെട്ടെന്ന് തീരുന്നതെന്ന് ചോദിച്ചിട്ട് ഒത്തിരി മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ റീസെല്ലേഴ്സിനെ ഇപ്പം കുറച്ചായിട്ട് നിരാശപ്പെടുത്തേണ്ടി വരാറുണ്ട്. കാരണം അവർ സ്റ്റാറ്റസ് ഇട്ട് ഇത് എടുക്കുമ്പോഴേക്ക് നമ്മളെ കയ്യിൽ തീർന്നു പോവാണ്. ഇപ്പോൾ ഓണത്തിന് ഒരുപാട് ഷോപ്പുകാരും വരും ഓർഡർ തരുന്നുണ്ട്. അപ്പം നമുക്ക് ഓർഡർ സ്വീകരിക്കാതിരിക്കാനും നിർവാഹമില്ല. ഇതെല്ലാം ഷാൾ നൈറ്റിയാളാണ്. 6 മോഡലിലുണ്ട്. അതിൽ 2 ഇതെല്ലാം പ്രിൻ്റഡ് അല്ലാത്ത നമ്മുടെ നൈറ്റിയിലുള്ള പ്രിൻ്റ് തന്നെ നല്ല ക്ലോത്താണ്. ഭാരതിൻ്റെ മെറ്റീരിയലാണ്. ഭാരത് മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള മെറ്റീരിയലിനേക്കാളും ഇത്തിരി വീതി ഉണ്ടാവും. വർദ്ധമാനും യൂണിവേഴ്സലൊക്കെ വീതി കുറവാണ്. ഇതിൻ്റെ നൈറ്റിയാണ്. അതിൻ്റെ ഷോളാണ് ഇവിടെ അടുത്ത് കാണിക്കേണ്ടത്. നല്ല GSM ഉള്ള ഷോളാണ്. നൈറ്റി മെറ്റീരിയൽ 250 GSMൻ്റെ മെറ്റീരിയലാണ്. ഇതിൽ പ്രിൻറ്റിൽ തന്നെ ഉള്ള പ്രിൻ്റാണ്, അല്ലാതെ പോകുന്ന പ്രിൻ്റല്ല. അതുപോലെ അജ്രക്കല്ല, നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ആരെടുത്തിട്ടും ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. ഒരാഴ്ച മുമ്പ് ഈ ഡോട്ട് പ്രിൻ്റ് വന്നു പോയതായിരുന്നു. ഈ പ്രിൻ്റല്ല, ഇതിപ്പോൾ പുതിയത് കിട്ടിയതാണ്. ഡോട്ട് പ്രിൻ്റ് വന്ന് വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് സ്റ്റാറ്റസ് ഇട്ടപ്പോക്കിന് തന്നെ ഓരോരോ ഷോപ്പിലുള്ള ആളുകൾ അന്നത്തെ ദിവസം തന്നെ അത് കഴിഞ്ഞു. അതുപോലെ മിക്സ് ആൻഡ് മാച്ചിൻ്റെ മെറ്റീരിയലും അജ്രക്കിൻ്റെ പീസുകൾ ഇപ്രാവശ്യം ഞാൻ എടുത്തിട്ടില്ല. നിസ്കാരക്കുപ്പായത്തിൻ്റെ മെറ്റീരിയൽസിന് ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കൂടുതൽ എടുത്തു കഴിഞ്ഞത്. അതുപോലെ സാധാ തുണിയിലുള്ള ഇത് മിക്സ് ആൻഡ് മാച്ചുകളാണ് നല്ല പീസുകൾ കിട്ടിയിട്ടുള്ളത്. യൂണിവേഴ്സലിൻ്റെ അടിപൊളി മിക്സ് ആൻഡ് മാച്ച് ഉണ്ട്. അതിൻ്റെ വീഡിയോസ് നാളെ ഇടാം. വേണ്ടവർ ഇത് ചോദിച്ചാൽ മതി. ഇന്നലെ സ്റ്റാറ്റസിൽ വെച്ച അജ്രക്ക് ഇനി ഒരെണ്ണം പോലും ബാക്കിയില്ല. അതെന്താണെന്ന് വെച്ചാൽ 2 ഷോപ്പിലുള്ള ആളുകൾക്ക് മെറ്റീരിയൽസും അതിൻ്റെ കൂടെ ഇന്നർ വെയറും അങ്ങനെ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വന്ന്. ഇത് ഒളകരയുള്ള ഒരാൾക്ക് ഷോപ്പ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എല്ലാ ഐറ്റംസും വേണം. ഇതാണ് കൂടുതലും ചോദിച്ചു വന്നിട്ടുള്ള മെറ്റീരിയൽ. ഡോട്ട് പ്രിൻ്റ് പണ്ട് മുതലേ ഡോട്ട് പുള്ളി ഉണ്ടോ ചോദിക്കേണ്ടതാണ്. അതിലുള്ള ഷാൾ നൈറ്റി. ഇതിൻ്റെ ഷാളാണ് ഈ കാണിക്കേണ്ടത്. അതിലിങ്ങനെ ലൈൻസും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് കൂടുതലും പോയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ടോപ്പും ഷാളും ആയിട്ട് അടിച്ചിട്ടാണ് പോയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് അങ്ങനെ അടിച്ചിട്ട്. ഇതിലെല്ലാത്തിലും 5 കളേഴ്സ് വീതമുണ്ട്. എല്ലാത്തിൻ്റെയും ഓരോരോ കെട്ടുകളുണ്ട്. എല്ലാ കളേഴ്സുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ കറക്റ്റ് ഫോട്ടോസ് ഞാൻ ഉടനെ അയച്ചു തരാം. ഇപ്പോൾ കൂടുതൽ സമയം സെലക്ട് ചെയ്ത് നിൽക്കുമ്പോഴേക്ക് നമുക്കിവിടെ സെയിൽ ഔട്ട് ആവുകയാണ്. ഇപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഞങ്ങൾ ഓണത്തിൻ്റെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷോപ്പുകളിലൊക്കെ ചോദിക്കണവരോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ആ സമയത്ത് ഭയങ്കര തിരക്കാവും. അതുകൊണ്ടാണ്. അതുപോലെ അടിച്ച നൈറ്റ് ഹോൾസെയിലായിട്ട് തരുമോ നിങ്ങൾ ചോദിക്കരുത്. അത് ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് അടിച്ച് തരണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിവിടെ 5-6 ആൾക്കാർ ഓൾറെഡി സ്റ്റിച്ചിങ്ങിനുണ്ട്. അപ്പോൾ ഓൾക്കുള്ള പണി തന്നെയുള്ള മൊത്തത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ വെച്ചായതുകൊണ്ട് ഷോപ്പ് ഇടണം എന്നുള്ള ആഗ്രഹം ഇല്ലായിട്ടല്ല. പക്ഷെ അത് നമുക്ക് നടക്കൂല. എന്താണെന്ന് വെച്ചാൽ മക്കളുണ്ട്. പിന്നെ പുറത്ത് പോയി അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുമ്മ ഉപ്പയൊക്കെ കൂടെ ഉള്ളതാണ്. പിന്നെ മക്കൾ ക്ലാസ് ഇതിനൊക്കെ പോവാണ്ട് അവർക്ക് ട്യൂഷന് പോലെ പഠിപ്പും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇത് ശൈലജിയിൽ അതുപോലെ തന്നെ നല്ല അടിപൊളി ഷാൾ മാക്സി ഉണ്ടായിരുന്നു. അത് സ്റ്റോക്ക് കഴിഞ്ഞ്. അജ്രക്കിൻ്റെ ഷാൾ മാക്സികൾ 4-5 പീസ് ഇനി ഉണ്ടാവുള്ളൂ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് അതിൻ്റെ ഫോട്ടോസും അയച്ചു തരാം. ഇതൊരു വെറൈറ്റി പിന്തിയാണ്. ഞാൻ ചോദിക്കല് ചെറിയ പുള്ളിനുള്ളൂ, വലിയ പുള്ളി ചോദിക്കില്ല. അപ്പോൾ എല്ലാവരും കംപ്ലൈൻറ്റും തീർത്താണ്. ലെയിൻസ് വേണ്ടവർക്ക് അതുണ്ട്, വലിയ പുള്ളി വേണ്ടവർക്ക് അതുണ്ട്, കുഞ്ഞിപ്പുള്ളി വേണ്ടവർക്ക് അതുണ്ട്. ഇനി വേറൊരു വെറൈറ്റി പ്രിൻ്റ് ആയിട്ട് വരുന്നൊരു ഇതിനെന്താ ഇവിടെ ഉള്ളൊരു ഇത്താത്ത പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താണ് ഓല മുടഞ്ഞ പുള്ളി, അങ്ങനെ എന്തോ ഒരു വെറൈറ്റി പേര് പറഞ്ഞ് എന്തോ ഒരു മുടയൽ പുള്ളി ഏതും എന്താ വെച്ചാൽ ചിലരൊക്കെ എന്നെ കളിയാക്കലുണ്ട് കേട്ടോ. എന്താ അപ്പോൾ നിങ്ങൾ ഓരോരോ പേരിടുമ്പോഴാണ് അതിന് മാങ്ങാപ്പുള്ളി, തേങ്ങാപ്പുള്ളി പറഞ്ഞാൽ ഇത് ഓലപ്പുള്ളിൻ്റെ ഷാൾ മാക്സി. ഇതിൻ്റെ ഷാൾ ഇങ്ങനെ നല്ല രസമുണ്ട്. ഇങ്ങനെ വെറൈറ്റി ചെക്സ് ആയിട്ടാണ് വരേണ്ടത് ഷാള്. ഇതിലും 5 കളറുണ്ട്. അപ്പോൾ സെറ്റായിട്ട് 1-2 പീസ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കുക. ഹോൾസെയിലായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കുക. ഏതായാലും വേഗം മെസ്സേജ് അയക്കുക. പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും. ഷാൾ മാക്സി ആകുമ്പോൾ 5-6 ദിവസം മുന്നേ ഇത് വന്നതായിരുന്നു. 250ഓളം പീസുകൾ ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റാറ്റസ് വെച്ചിരുന്നു. അന്ന് 7 മോഡൽ ഉണ്ടായിരുന്നു. സ്റ്റാറ്റസ് വെച്ച് പിറ്റേ ദിവസം ആകുമ്പോഴത്തിന് അത് കഴിഞ്ഞ്.
അപ്പോൾ പിന്നെ ഞാൻ ഇത് ഓർഡർ ചെയ്തപ്പോൾ ഈ 2 പീസാണ് കിട്ടിയത്. അതിലുള്ള വേറെ വലിയ പുള്ളിയുള്ള ഒരു പീസ് ഉണ്ടായിരുന്നു, അത് പിന്നെയും ചോദിക്കുന്നുണ്ട്, പക്ഷെ അത് കിട്ടിയില്ല. ഒരുവിധം പീസൊന്നും ഒരു പ്രാവശ്യം കിട്ടിയാൽ പിറ്റത്തെ പ്രാവശ്യം നമ്മൾ ചോദിക്കുമ്പോൾ പിന്നെ അത് സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ടാവും നമ്മൾ എടുക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും. അപ്പോൾ ഞാൻ മലപ്പുറം ചെമ്മാടാണ്, ഞാൻ വീട്ടിൽ വെച്ചുകൊണ്ടാണ് നടത്തേണ്ടത്, ഷോപ്പൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ കോൾ ചെയ്തിട്ട് കിട്ടണില്ല എന്നുള്ള കംപ്ലൈൻ്റ് ആണ് പലരും ചീത്ത പറയുന്നുണ്ട്. നിങ്ങൾ റീസെല്ലിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റീസെല്ലിങ്ങിന് എൻ്റെ നമ്പർ കൊടുത്തിട്ടില്ല. നിങ്ങൾ യൂട്യൂബിൽ റീസെല്ലിംഗ് ഗ്രൂപ്പ് എന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യാന്നുള്ളൊരു ബിസിനസ്സായിട്ട് ഞാൻ പറഞ്ഞെന്നാണ്. ഇപ്പോൾ വടി കൊടുത്ത് അടി വാങ്ങിയ മാതിരിയാണ് ചിലപ്പോൾ എൻ്റെ ഒരു അവസ്ഥ. ചിലർ വിളിച്ചിട്ട് ചീത്ത പറയാണ്, നിങ്ങൾക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടെന്നൊക്കെ. എനിക്ക് വ്യൂസ് കിട്ടിയ നിങ്ങൾക്ക് ഇതിട്ടാലും ഇതിട്ടില്ലെങ്കിലും എനിക്ക് വ്യൂസ് കിട്ടും. പിന്നെ വേറെ ഏതെല്ലാം രീതിയിൽ കണ്ടൻ്റ് ഉണ്ട് അതൊക്കെ നിങ്ങൾ ഈ ഒരു ഇതിൻ്റെ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യണുണ്ട്. നിങ്ങളെ കൊണ്ടും പറ്റും, ആർക്കും പറ്റും. ഇതിന് പ്രത്യേകിച്ച് ഡിഗ്രി ഒന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള നമുക്ക് വിശ്വാസം ഉണ്ടായാൽ മതി എന്നുള്ളത് എൻ്റെ അനുഭവം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്ന് മാത്രം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കുക, വേണമെങ്കിൽ സ്വീകരിക്കാതിരിക്കുക. അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്, നിങ്ങൾ അങ്ങനത്തെ വീഡിയോ ചെയ്യുന്ന ഓല് പറയണോണ്ടാണ് നമ്മളിങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ഇഷ്ടപ്പെടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. സോറി അങ്ങനെയുള്ളവരോട് സോറി. പക്ഷെ എന്തായാലും നമ്മളിത് നിർത്തൂല. ഞാൻ അഹങ്കാരം പറയുന്നല്ല കേട്ടോ, നിർത്തൂല എന്നും പറഞ്ഞാണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്യണമല്ലോ, മറ്റുള്ളവർക്ക് സങ്കടമാണോ ദേഷ്യമാണോ എന്നൊന്നും ഞാൻ നോക്കണില്ല. മറ്റുള്ളവർക്ക് ആർക്കും എന്നെക്കൊണ്ട് ഉപദ്രവമില്ലാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കലുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം ഇതൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണേണ്ടതെന്ന് വെക്കാന്നല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ സന്തോഷം കളഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ലല്ലോ. ആരൊക്കെ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിലെ നായകനും നായികയൊക്കെ ഞാൻ തന്നെയല്ല. അപ്പം എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടതാണ്. അത് നിങ്ങളാരും ഉപദ്രവിക്കാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. തിരിച്ചും നിങ്ങളങ്ങനെ സ്നേഹം തന്നാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് സ്നേഹിച്ച് നിൽക്കുന്നവരോട് ഒരുപാട് താങ്ക്സ്. അല്ലാത്തവരോടും ദേഷ്യമൊന്നുമില്ല. അത് നിങ്ങളെ എന്താ പറയുക മനസ്സ് പോലെ ഇരിക്കും. കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും.